Irony in a Hanging. ജോർജ് ഓർവെൽ ഹാങ്ങിങ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ ഐറണി എന്ന ഒരു ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇവിടെ എ ഹാങ്ങിങ് എന്ന ഷോർട്ട് സ്റ്റോറിയിൽ ജോർജ് ഓർവെൽ ബർമ ജയിലിനെ കുറിച്ചും അവിടുത്തെ പ്രിസണേഴ്സിനെ കുറിച്ചും പോലീസ്മെനെ കുറിച്ചുമെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഈവൻ ഒരു ഡോഗ് വന്ന് ബഹളമുണ്ടാക്കിയതും പ്രിസണേഴ്സിന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നതിനെ കുറിച്ചുമെല്ലാം, അതായത് ഇത്തരത്തിൽ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും വിവരിക്കുന്നത് കാണാൻ കഴിയും. കൂടാതെ ഒരു നല്ല കാഴ്ച കണ്ടു നിൽക്കുന്ന ഒരു കാഴ്ചക്കാരനെ പോലെയാണ് ആ പ്രിസണറിൻ്റെ ഹാങ്ങിങ് എന്ന പ്രോസസ്സ് ഇവിടെ വിവരിക്കുന്നത്. എന്നാൽ ആക്ച്വലി ജോർജ് ഓർവെൽ തനിക്ക് പങ്കുവഹിക്കേണ്ടി വന്ന ബർമയിൽ പോലീസ്മാനായി ജോലി ചെയ്യുന്ന സമയത്ത് തനിക്ക് ഭാഗമാകേണ്ടി വന്ന ഈ ഹാങ്ങിങ്ങിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ജോർജ് ഓർവെൽ തൻ്റെ പ്രതിഷേധമാണ് ഈ ഡീറ്റെയിലിങ്ങിലൂടെ പ്രകടിപ്പിക്കുന്നത്. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ, ഈ ഷോർട്ട് സ്റ്റോറിയിൽ ആ ഹിന്ദു പ്രിസണറിൻ്റെ ഹാങ്ങിങ് പ്രോസസ്സിനെ അനുകൂലിക്കും വിധമാണ് ഓഥർ വിവരണങ്ങൾ നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിന് തികച്ചും ഓപ്പോസിറ്റായ ഒരർത്ഥമാണ് ഓഥർ കൺവേ ചെയ്യുന്നത്. അതായത് ഓഥർ ആ ഹാങ്ങിങ് പ്രോസസ്സിനോട് അതിനെതിരെയുള്ള പ്രതികരണമാണ് ഇവിടെ കൺവേ ചെയ്യുന്നത്. ഇത്തരത്തിൽ ഒരു കാര്യം അവതരിപ്പിക്കുകയും ഒരു കാര്യം പറയുകയും അതിൻ്റെ ഓപ്പോസിറ്റ് അർത്ഥമാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതുമെങ്കിൽ ഈ ലിറ്റററി ഡിവൈസിനെയാണ് നമ്മൾ ഐറണി എന്ന് പറയുന്നത്. അതായത് അവതരിപ്പിക്കപ്പെടുന്ന കാര്യവും ഓഥർ ഉദ്ദേശിക്കുന്ന അർത്ഥവും ഓപ്പോസിറ്റ് ആയിരിക്കും. ജോർജ് ഓർവെല്ലും എ ഹാങ്ങിങ് എന്ന ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഐറണി എന്ന ലിറ്റററി ഡിവൈസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഐറണി എന്ന ഈ ലിറ്റററി ഡിവൈസ് യൂസ് ചെയ്യുന്നതിൻ്റെ മറ്റൊരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഡിറക്റ്റായി കാര്യങ്ങൾ പറയുന്നതിനേക്കാൾ എഫക്റ്റ് ഉണ്ടായിരിക്കും ഇത്തരത്തിൽ എക്സ്പ്ലിസിറ്റായി കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ. ഇവിടെ ഐറണി എന്ന ലിറ്റററി ഡിവൈസിലൂടെ ബ്രിട്ടീഷ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റിനെതിരെ ചിന്തിക്കാൻ വായനക്കാരെ പ്രാപ്തമാക്കുകയാണ് ഓഥർ. ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ വ്യക്തമായൊരു ചിത്രം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എ ഹാങ്ങിങ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ ആക്ടിവിറ്റി സെക്ഷനാണ് നോക്കുന്നത്. ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് സ്ട്രൈക്സ് യു ഫസ്റ്റ് അബൌട്ട് ദി നറേറ്റർ? Does he have the authority to stop the hanging? Why doesn't he? അതായത് നമ്മുടെ ഓഥറിന് ഹാങ്ങിങ് സ്റ്റോപ്പ് ചെയ്യാനുള്ള അതോറിറ്റി ഉണ്ടായിരുന്നോ? എന്തുകൊണ്ടത് ചെയ്തില്ല എന്നതാണ് ചോദ്യം. The answer is, he cannot stop it
and unable to express the thoughts in his mind. It can only be possible through the overthrow of British rule. Here, he being a part of British imperialism, continuing the fog. The readers can also find that he drinks and laughs with other policemen at the end of the story. However, the hanging of that Hindu prisoner awakes him to realize things. The second one, how do you think the civilized society punishes its wrongdoers? ഒരു സിവിലൈസ്ഡ് സൊസൈറ്റി തെറ്റ് ചെയ്തവരെ എങ്ങനെയാണ് പണിഷ് ചെയ്യുന്നത് എന്നതാണ് ചോദ്യം. സിവിലൈസ്ഡ് സൊസൈറ്റി റിമൂവ്ഡ് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് മോസ്റ്റ്ലി. ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ചെയ്ത തെറ്റിന് ഫോഴ്സ് അല്ലെങ്കിൽ വയലൻസിലൂടെ പണിഷ്മെൻറ്റ് നൽകുന്നില്ല. ബട്ട് കറക്റ്റീവ് മെഷേഴ്സാണ് എംപ്ലോയ് ചെയ്യുന്നത്. Then the third one, who do you think is evil and cruel in the story? Does the story give a clear idea of who the persecutors are? ഈ ഷോർട്ട് സ്റ്റോറിയിൽ ഈവിൾ അല്ലെങ്കിൽ ക്രൂവൽ ആയിട്ട് ചിത്രീകരിക്കുന്നത് ആരെയാണ്, അല്ലെങ്കിൽ ഇതിലെ പേഴ്സിക്യൂട്ടേഴ്സ് ആരൊക്കെയാണ് എന്നതാണ് ചോദ്യം. ഇവിടെ ബ്രിട്ടീഷ് ഇമ്പീരിയലിസത്തിൻ്റെ ഒരു ക്ലിയർ കട്ട് പിക്ചർ ലഭിക്കുന്നുണ്ട്. ബ്രിട്ടീഷ് റൂളേഴ്സിനെയാണ് ഇവിടെ ഈവിളായിട്ട് ചിത്രീകരിക്കുന്നത്. അവർ തന്നെയാണ് പേഴ്സിക്യൂട്ടേഴ്സ് എന്ന് നമുക്ക് പറയാം. The next question, how do you think power works in the story? ഈ സ്റ്റോറിയിലുള്ള ഓരോ പോലീസ്മാനും പവറിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അവർ ബർമയിലെ ജനങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്. നിഷ്കളങ്കരായ ആളുകളെ തടവിലാക്കുകയും അവരെ തൂക്കിലേറ്റുകയും ചെയ്യുന്നു. ഇവിടെ ഈ സ്റ്റോറിയിൽ ഹാങ്ങിങ് ഓഫ് ദാറ്റ് ഹിന്ദു പ്രിസ്ണർ അതിനൊരു എക്സാമ്പിളാണ്. ഇതിലൂടെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് പവർ, ബ്രിട്ടീഷ് റൂളേഴ്സ് അവരുടെ പവർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്ന് വ്യക്തമാണ്. Then the last question, some descriptions about the person who is going to be hanged do not match the image of a hardened criminal, or do you think his indifference to what is going to happen to him makes him a hard man? അയാൾ തികച്ചും നിസ്സഹായനായിരുന്നു. തൂക്കിലേറ്റാൻ പോകുന്ന ആ ഹിന്ദു പ്രിസ്ണർ തികച്ചും നിസ്സഹായനായിരുന്നു എന്ന് നമുക്ക് പറയാം. ഹീസ് ഹെൽപ്ലെസ് ആൻഡ് റെഡി ടു ആക്സെപ്റ്റ് ഹീസ് ഫേറ്റ്. തൂക്കിലേറ്റാൻ കൊണ്ടുപോകുകയാണ്, തൻ്റെ മുമ്പിൽ മരണമുണ്ട്, ആ ഡെത്തിനെ ആക്സെപ്റ്റ് ചെയ്യാൻ അയാൾ തയ്യാറാവുകയാണ്. അയാൾക്കുള്ള ഏക പോംവഴി എന്താണെന്ന് വെച്ചാൽ രാം 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 എന്നയാൾ നാമം ജപിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതിന് മാത്രമാണ് അയാൾക്ക് സാധിച്ചത്. സ്വയം തൻ്റെ ഫേറ്റ് അല്ലെങ്കിൽ ആ മരണം ഏറ്റെടുക്കാൻ തയ്യാറാവുകയാണ് ആ ഹിന്ദു പ്രിസ്ണർ. അയാളൊരു ക്രിമിനൽ അല്ല, മറിച്ചൊരു
ഇന്നസെൻറ്റ് മാൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ.